അള്ള തരുന്ന ഒരു ഓക്സിജന് 1 മണിക്കൂർ നേരം വെന്റിലേറ്ററിൽ കിടന്നാൽ അറിയാം അള്ള അത്ര റുപ്യന്റെ സാധനം തരുന്നുണ്ട് എന്നുള്ളത്. ലക്ഷങ്ങൾ പൊട്ടി. ഇപ്പൊ അടുത്ത് മിഞ്ഞാന്ന് ഒരാൾ വിളിച്ചത് 25 ലക്ഷമായി 3 ദിവസം ഒരു ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ 25 ലക്ഷം റുപ്യ ആയി അയാൾക്കുള്ള ടെസ്റ്റുകളും കാര്യങ്ങളും. അങ്ങനെ എത്ര ലക്ഷങ്ങൾ പൊട്ടുകയാണ്. അപ്പം ഒരു 3-4 ഒരാഴ്ചയോ ഇപ്പൊ നമ്മൾ പോയി നോക്കണം ഹോസ്പിറ്റലുകളിലൊക്കെ, അവിടെയൊക്കെ വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അതിന്റെ പുറത്തിരിക്കുന്ന ആൾക്കാർ ഒരൊറ്റ കുടിക്ക് ചിരി ഉണ്ടാവില്ല. കാരണം ഒന്ന് ഏറ്റവും വേണ്ടപ്പെട്ട ആൾ വെന്റിലേറ്ററിൽ ആളെ കിട്ടുമല്ലോ എന്നുള്ള വിഷമം. രണ്ടാമത്തത് കടം വാങ്ങി വലഞ്ഞു നിൽക്കുക, പെട്ടെന്ന് ബില്ല് തരണം. ആ ടെസ്റ്റ് ഈ ടെസ്റ്റ് അതിന് 1 ലക്ഷം, മറ്റിന് 1.5 ലക്ഷം, മറ്റേ 5 ലക്ഷം, ഇങ്ങനെ ലക്ഷങ്ങൾ പൊട്ടിക്കുന്ന. തിരുവനന്തപുരം RCC ഹോസ്പിറ്റലിൽ പോയി നോക്കി നിങ്ങൾ, അല്ലെങ്കിൽ ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ ക്യാൻസർ വാർഡിൽ പോയി നോക്കണം. ഒരു കീമോതെറാപ്പിക്ക് മറ്റ് ലക്ഷങ്ങളെ കൊടുക്കേണ്ടി വരിക. കടും കള്ളി വാങ്ങി ചിലവർ വീട് വിറ്റിട്ടാണ് ഇത് കൊണ്ടേ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്താ കാരണം? അള്ളാഹു ഒന്ന് പിടിച്ചു വെച്ചതാണ്. അള്ളാഹു ഒന്ന് പിടിച്ചു വെച്ചു. ഇപ്പം നമ്മളെ അള്ളാഹു പിടിച്ചു വെച്ചിട്ടില്ല. സുഖമായിട്ട് ഫ്രീ ആയിട്ട് അള്ളാഹു തആല ഓക്സിജൻ തരുന്നു. നമ്മുടെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ നടക്കുന്നുണ്ട്. നമുക്ക് അള്ളാഹു ശ്വാസോച്ഛ്വാസം ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പാക്കി അവിടെ നമ്മളെ ജീവിതം കഴിഞ്ഞ്. അപ്പം അതിങ്ങനെ അള്ളാഹ് ഫ്രീ ആയിട്ട് തരുന്നത് നമ്മൾ ചിന്തിക്കണില്ല. എല്ലാ നിലക്കും നമുക്ക് തരാൻ അള്ളാഹു തആല. ഇവിടെ നടന്നു വരാൻ ആരോഗ്യം പടച്ചോൻ തന്നു. എന്നെങ്ങനെ ഈ ക്ലാസ് കേൾക്കാനുള്ള തൗഫീക്ക് നിങ്ങൾക്ക് തന്നു. കണ്ണിന്റെ കാഴ്ചശക്തി തന്നു. ആരോഗ്യം, നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ യാതൊരു കംപ്ലൈൻറ്റും ഇല്ലാതെ അള്ളാഹ് ഇങ്ങനെ നടത്തി തരാൻ ഫ്രീ ആയിട്ട്. ഇതൊന്നും നടക്കാതെ വരുമ്പോഴാണ് വെന്റിലേറ്ററിന്റെ ആവശ്യം വരുന്നത്. വെന്റിലേറ്റർ ഇതൊക്കെ നടത്തും, പക്ഷെ ജീവനൊന്നും വെന്റിലേറ്ററിന് ചെയ്യാൻ പറ്റൂല. ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാം പഠിച്ചു നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. എല്ലാം തരും. ആദ്യം 50,000 തന്നപ്പോൾ നമ്മൾ ആദ്യമായിട്ടേക്ക് നല്ല ഡ്രസ്സ് മാറ്റി പോവുകയാണ്. അല്ലെങ്കിൽ വേറെ ഒരാൾ നമ്മളെ സഹായിക്കുമ്പോൾ അയാളെ വീട്ടിലെ കല്യാണത്തിനോ അയാളുടെ അടുത്തോ വലിയ സെറ്റപ്പിൽ പോവുകയാണ് നമ്മൾ. എല്ലാം തരുന്ന അള്ളാഹിന്റെ മുമ്പിൽ എന്താ നമ്മൾ സെറ്റപ്പിൽ പോവാത്തത്? ആ അള്ളാഹുവിന്റെ മുമ്പിലല്ലേ നമ്മൾ ശരിക്ക് ഈ നിസ്കരിക്കുന്ന സമയത്തല്ലേ ഏറ്റവും മുന്തിയ ഡ്രസ്സ് ധരിക്കേണ്ടത്? ആ അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസമാണ്. ഈ റബീഉൽ അവ്വൽ 12-ന് കോടാനക്കോടി മലായിക്കത്തുൽ കിറാം ഒരുമിച്ച് കൂടെ റസൂൽ ജനിച്ച സമയം. ആ സമയത്തല്ലേ നമ്മളൊരു പുതിയ ഡ്രസ്സ് ധരിക്കേണ്ടത്? കല്യാണത്തിന് പോകുമ്പോൾ പുതിയ ധരിക്കുക, അത് വേറെ, അതിന് കൂലിയുണ്ട്. പക്ഷെ ഇത്തരം സന്ദർഭങ്ങൾ വലിയ വലിയ മലക്കുകൾ, വലിയ വലിയ ആളുകൾ, അള്ളാഹുവിൻ്റെ റസൂലിന്റെ ഒക്കെ തിരുനോട്ടം വരുന്ന ഒരു സമയമാണ്. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ടൈം, ദ ബെസ്റ്റ് ടൈം. അത് ഏതാണെന്നറിയോ? റസൂൽ ആ ജനിക്കുന്ന സമയമാണ്. അപ്പോൾ ദുആക്ക് ഉത്തരമുള്ള സമയമാണ്. ലോകത്തുള്ള മുഴുവൻ മലായിക്കത്തുൽ കിറാം സന്തോഷിക്കുന്ന സമയമാണ്. മദീനയിലൊക്കെ എന്ത് രസമാണ് ആ ടൈമിൽ. അപ്പോൾ ആ സമയത്ത് നമ്മളൊരു പുതിയ ഡ്രസ്സ് റബീഉൽ അവ്വൽ പ്രമാണിച്ച് നമ്മൾ എന്താണ് ധരിക്കണം. അത് വലിയ കൂലിയുള്ള കാര്യമാണ്. അത് ധരിച്ചിട്ടില്ലെങ്കിൽ അത് ഹറാം എന്നൊന്നല്ല പറയണത്. അത് നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ടുള്ള അഭേദ്യമായ ഒരു കോണ്ടാക്ട്, ഒരു ബന്ധം.